കുറച്ച് നെഗറ്റീവ് അഭിപ്രായമൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഈ പടം കാണാനായിട്ട് പോയത്. അതും രാത്രി മഴയത്ത് 15 കിലോമീറ്റർ സ്കൂട്ടറിൽ പോയിട്ട് ഈ കണ്ണാടി വെച്ച് മഴയത്ത് സ്കൂട്ടറിൽ പോകുന്ന അത്ര നല്ല സുഖമുള്ള കാര്യമൊന്നുമല്ല. സോ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ആലോചിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഈ പടം കാണാൻ പോയിട്ട് ഓൾറെഡി ഇവരൊക്കെ പറയുന്ന പോലെ തീരെ കൊള്ളില്ലെങ്കിൽ എന്തിനായിരുന്നു ഈ കഷ്ടപ്പാട്, ഈ പരിപാടി തന്നെ നിർത്തിക്കൂടെ എന്നായിരുന്നു. പാതിരാത്രി രതീന സംവിധാനം ചെയ്ത് നവ്യ നായർ, സൗബിൻ ഷാഹിർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഈ മലയാളം ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു രാത്രി പെട്രോളിങ്ങിന് പോകുന്നതും അവർ അവിചാരിതമായിട്ട് കണ്ടെത്തുന്ന ഒരു കാര്യവും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമൊക്കെയാണ് പാതിരാത്രി എന്ന സിനിമ പറയുന്നത്. മമ്മൂട്ടിയുടെ പുഴു എന്ന സിനിമയ്ക്ക് ശേഷം രതീന സംവിധാനം ചെയ്ത ചിത്രമാണിത്. ഷാജി മാറാടാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഈ മഞ്ഞും മിസ്റ്ററിയും പിന്നെ ഈ സ്ലോ ബേൺ ത്രില്ലർ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻജോയ് ചെയ്ത് കണ്ട ഒരു പടമാണ് പാതിരാത്രി. പോരാത്തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നെഗറ്റീവ് സിറ്റുവേഷനൊക്കെ കടന്നു വന്നുകൊണ്ടുകൂടിയാവാം എന്റെ ഒരു എക്സ്പെക്ടേഷൻ കുറഞ്ഞതും ഒക്കെ എന്റെ ആസ്വാദനത്തെ ബാധിച്ചിട്ടുണ്ടാവാം. പുഴുവില് സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്സ് സംസാരിച്ച റതീന പാതിരാത്രിയിൽ പൊളിറ്റിക്സ് അല്ല, മനുഷ്യരുടെ ഉള്ളിൽ കാണാതെ കിടക്കുന്ന ഇരുട്ടിനെ കുറിച്ചാണ് പറയുന്നത്. സോ പതിവിൽ നിന്ന് വിപരീതമായിട്ട് നെഗറ്റീവ്സിലും തുടങ്ങാം, പിന്നെ പോസിറ്റീവ്സിലേക്ക് പോകാം. ഇതിന്റെ ബേസിക് പ്ലോട്ടും മിസ്റ്ററിയും ഒക്കെ വളരെ ആവറേജ് ആണ്. പടത്തിന്റെ ഇടയ്ക്ക് സ്പൂൺ ഫീഡ് ചെയ്യാൻ വേണ്ടിയോ അതല്ല സിനിമയുടെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയായിട്ടാണോ എന്നറിയില്ല, റിപ്പീറ്റ് ആയിട്ട് കുറച്ച് സീൻസ് ഒക്കെ കാണിച്ചത് കുറച്ച് ഓവർ ആയിരുന്നു. പിന്നെ ഇതിന്റെ ട്വിസ്റ്റ് സർപ്രൈസ് ചെയ്യും എന്ന് കരുതി ചെയ്തതാണെങ്കിൽ അതത്ര സർപ്രൈസ് ഒന്നും ആയിരുന്നില്ല. ഞാൻ ആദ്യം തന്നെ സംശയത്തിന്റെ നിഴലിൽ വെച്ചിരുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു യഥാർത്ഥത്തിലുള്ള കുറ്റവാളി. സോ ഇതിന്റെ മിസ്റ്ററി അത്ര വലിയ സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയില്ല. എനിക്ക് പേഴ്സണലി അത് പ്രഡിക്റ്റബിൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഡയലോഗുകൾ കുറേയിടങ്ങളിൽ ഭയങ്കര അച്ചടി ഭാഷയായിട്ട് തോന്നി. അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഡയലോഗ്സ് തോന്നിയില്ല. അപ്പൊ ഇടുക്കി, അതുപോലെ ഞങ്ങൾ ഈ കോട്ടയം ഇടുക്കി ബോർഡറിലൊക്കെ കിടക്കുന്ന ആൾക്കാരുടെ ഒരു സ്ലാങ് പിടിച്ച് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ത്രീ കഥാപാത്രം ഇങ്ങനെ ജാതിക്കൊക്കെ ആയിട്ട് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു സ്ലാങ് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിലെ ട്വിസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ക്യാരക്ടറിനോട് ഡൗട്ട് അടിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു താരം ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒരു റോളിൽ വരില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ടുകൂടിയാണ്. അവരെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത്രയ്ക്ക് പ്രഡിക്റ്റബിൾ ആകില്ലായിരുന്നു എന്നും തോന്നി. പിന്നെ മെയിൻ ആയിട്ട് ഒരു ഭയങ്കര എൻഗേജിങ്ങോ ഗ്രിപ്പിങ്ങോ സീറ്റഡ്ജ് ആയിട്ടുള്ള ത്രില്ലിംഗ് സംഭവമോ ഒന്നുമല്ല. പക്ഷെ ഒരു ത്രില്ലർ എന്നതിനപ്പുറം അല്ലെങ്കിൽ ഒരു പോലീസ് പ്രൊസീജറൽ ഡ്രാമ എന്നതിനപ്പുറം ഇതൊരു ക്യാരക്ടർ ഡ്രിവൺ ക്രൈം ഡ്രാമയാണെന്ന് പറയാം. കുറെ കഥാപാത്രങ്ങൾ അവരുടെ എല്ലാം ഉള്ളിൽ എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ ഈ സിനിമ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അവിടെയാണ് എനിക്ക് ഇതിൽ പോസിറ്റീവ് തോന്നിയ കാര്യങ്ങൾ. ഇതിലെ പ്രധാന മനുഷ്യർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഒന്നേ ഉള്ളൂ, അവരുടെ ലോൺലിനെസ്. കുറെ ഏകാഗികളായിട്ടുള്ള മനുഷ്യരുടെ ജീവിതം ഒരൊറ്റ പാതിരാത്രി കൊണ്ട് എങ്ങനെ കണക്റ്റഡ് ആയി എന്നുള്ളതാണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി പറയുന്ന കാര്യങ്ങളിൽ ചെറിയ അല്ലെങ്കിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, ഓർക്കുക. തുടക്കത്തിൽ ശബരീഷ് വർമ്മയുടെ ക്യാരക്ടർ പറയുന്നത് പോലെ ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ പോസസീവ്നെസ് ആണ് എന്ന് പറയാം. പല ബന്ധങ്ങൾ തകർക്കുന്നതും അത് തന്നെയാണ്. എല്ലാവരും മറ്റൊരാളെ പരസ്പരം പോസസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നു. ഇപ്പം ഭാര്യ ഭർത്താവിനെ, കാമുകി കാമുകനെ, ഭർത്താവ് ഭാര്യയെ, അച്ഛൻ മകളെ. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഈ പടവും പറഞ്ഞു വെക്കുന്നത്. ഈ പോസസീവ്നെസിന്റെ ഭാഗമായിട്ട് ഒന്നുകിൽ ചിലരുടെ ഹൃദയം തകരുന്നു, ചില ബന്ധങ്ങൾ തന്നെ തകരുന്നു, അതുമല്ലെങ്കിൽ ചിലർ ഡിപ്രഷനിലേക്ക് വീഴുന്നു, വേറെ ചിലരാവട്ടെ ക്രൈമുകളിലേക്ക് തിരിയുന്നു. അങ്ങനെ ഇതിലെ ഓരോ കഥാപാത്രത്തിന്റെ ഉള്ളറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കുറച്ച് വർക്ക് ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ ഒരു വെറും ആവറേജ് സ്റ്റോറി ആയിട്ടേ തോന്നുകയുള്ളൂ. നവ്യ നായരുടെ ആദ്യത്തെ പോലീസ് വേഷമാണ് ഇതിലുള്ളത്. നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ആ ഒരു കഥാപാത്രത്തെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഈ ക്യാരക്ടറിന്റെ ഒരു ലോൺലിനെസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പോലും ഒരാളില്ല ലൈഫിൽ എന്നുള്ളതാണ്. അവിടെയാണ് സൗബിന്റെ ക്യാരക്ടറിന്റെ പ്രസക്തി. ഇവർ തമ്മിൽ കടുത്ത ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല എന്ന് മാത്രമല്ല, സൗബിന് പഴയ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് സ്ത്രീകളെ കുറിച്ച് പൊതുവെ ഒരു മോശം അഭിപ്രായം ഉണ്ട് താനും. ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളിൽ ഇരിക്കുന്ന രണ്ടു പേർക്കിടയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രാജുവലി ഉടലെടുക്കുന്നുണ്ട്. അതിന്റെ പീക്ക് അതൊട്ടും ഓവർ ആക്കാതെ ഒരൊറ്റ സീൻ കൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ട്. നവ്യ ഭയങ്കര ലോൺലി ആയിട്ടുള്ള ഒരു ടൈമില് അവർക്ക് വേറെ ആരും സംസാരിക്കാനില്ലാത്തപ്പോൾ അവരൊരു പാതിരാത്രി ഓടി ചെല്ലുന്നത് സൗബിന്റെ അടുത്തേക്കാണ്. ഇതുപോലൊരു സിറ്റുവേഷനിൽ പഴയ സിനിമകളിലാണെങ്കിൽ ഇപ്പോൾ ഹിറ്റ്ലറിലൊക്കെ സോമന്റെ അടുത്തേക്ക് ഓടിയെത്തി ഇളവരശിക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാം. അവിടെയാണ് ഈ സിനിമയുടെ അത്തരം ക്ലീഷകളൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രംഗമുള്ളത്. ആ ഒരു ഒറ്റ സീൻ കൊണ്ട് എനിക്ക് പടത്തോട് ഒരു ഇഷ്ടം തോന്നി. അതിന്റെ കാരണം ഈ ക്യാരക്ടേഴ്സിനോടുള്ള ഇഷ്ടമാണ്. പയ്യെങ്കിലും ഉടലെടുത്ത അവരുടെ കളങ്കമില്ലാത്ത സൗഹൃദം കൊണ്ടുകൂടിയാണ്. സൗബിൻ, നവ്യ രണ്ടുപേരും കിടലിനായിട്ട് ആ റോൾ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെ ഉള്ളിലുള്ള ആ ലോൺലിനെസ് ആണ് അവരെ ഫ്രണ്ട്സ് ആക്കി മാറ്റുന്നതും. സറ്റിൽ ആയിട്ടുള്ള പ്രകടനം കൊണ്ട് യാസ്മിനായിട്ട് വന്ന ആൻ അഗസ്റ്റിനും തന്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. സണ്ണി വെയിൻ ഓക്കെ ആയിരുന്നു, പക്ഷെ അവസാനത്തെ ഒരു പൊട്ടിത്തെറിക്കൽ സീൻ ഡയലോഗ് ഒക്കെ അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല.
കന്നഡ താരം അച്യുത് കുമാറിന്റെ ലിപ് സിങ്കിങ് ചിലയിടത്ത് മുഴച്ചു നിന്നു, ബാക്കി ഓക്കെ ആയിരുന്നു. ഇന്ദ്രൻസിന്റെ കഥ പറച്ചിൽ അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ആത്മീയ രാജൻ, ഹരിശ്രീ അശോകൻ എന്നിവരും കൊള്ളാം. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഷഹനാദ് ജലാലാണ് ഇതിന്റെ ക്യാമറമാൻ, ശ്രീജിത്ത് സാരംഗാണ് ഇതിന്റെ എഡിറ്റിംഗ്. ജെക്സ് ബിജോയ് ഒരുക്കിയ പശ്ചാത്തല സംഗീതം കൊള്ളായിരുന്നു. കുറേയധികം പാട്ടുകൾ പടത്തിലുണ്ട്, ചിലത് അനാവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്റർവെൽ കഴിഞ്ഞ ഉടനെ ആത്മീയയുടെ ഒരു സീൻ കയറ്റിയിട്ട് പിന്നെയും ബാക്കിൽ പോയിട്ട് ഇന്റർവെല്ലിലുള്ള ഒരു കാര്യം കാണിച്ച് പിന്നെ ഒരു പാട്ടിലേക്ക് പോയതൊക്കെ കുറച്ച് അൺപ്രൊഫഷണൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിന്റെ ഒരു സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ടുണ്ടായിരുന്നു, സൗണ്ട് ഡിസൈൻ ഒക്കെ കിടുവായിരുന്നു. മൊത്തത്തിൽ ഒരു ഡീസന്റ് ക്രൈം ഡ്രാമയാണ് പാതിരാത്രി. ബേസിക് പ്ലോട്ടും സ്റ്റോറിയും ട്വിസ്റ്റും ഒക്കെ ആവറേജും പ്രഡിക്റ്റബിളും ഒക്കെ ആയിരുന്നെങ്കിലും ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ കുറെ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള ഒരു പടമാണിത്. കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഇന്റൻസ് ആക്കി ഒരുക്കിയിരുന്നെങ്കിൽ ഒരു ക്ലാസിക് സ്ലോ ബേൺ ത്രില്ലർ ആക്കാമായിരുന്ന ഒരു പടമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പോരാത്തതിന് ഞാൻ പറഞ്ഞ നെഗറ്റീവ്സ് ഒക്കെ പടത്തിലുണ്ട് താനും. ഇനി പറഞ്ഞതൊക്കെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ് കേട്ടോ. ഇതേ സിനിമ പലർക്കും പല രീതിയിലും ആയിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് വർക്കായതുപോലെ എല്ലാവർക്കും ആകണമെന്നില്ല. ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നെഗറ്റീവ് അഭിപ്രായം കേട്ടു എന്ന് വെച്ച്, ഇൻക്ലൂഡിങ് എന്റെ വീഡിയോ, ഇതൊക്കെ വെച്ച് മാത്രം നിങ്ങൾ ഒരു സിനിമ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കാണാനായിട്ട് ചാടി പുറപ്പെടുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു സിനിമയെ കുറിച്ച് ഒരു തോന്നലുണ്ടാകുമല്ലോ, അതും കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഒരു തീരുമാനത്തിൽ എത്തുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പടം തിയേറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 മണിക്കൂർ 5 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.